ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്റ്റെയർ കേസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം സ്റ്റീലാണ് ചെയ്യാറുള്ളത്. പ്രാവശ്യം നമ്മൾ സ്റ്റീലിൽ നിന്ന് ചെറിയൊരു മാറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ GP ട്യൂബിലാണ് ഈ സ്റ്റെയർ കേസ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പിലും 2 ട്യൂബാണ് വരുന്നത്. അതും മുക്കാൽ ട്യൂബാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ ടോപ്പ് റൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല 8 mm ഫ്ലറ്റ് പൈപ്പാണ് ഇതിൻ്റെ മുകളിൽ വരിക. അതിനെ നമ്മൾ മരം കൊണ്ട് പാനൽ ചെയ്യും. അതേപോലെ നമ്മളൊരു സ്റ്റെപ്പിൽ 2 ഹോൾ വെച്ചിട്ടാണ് വരിക. അത് നമ്മൾ കോർബിറ്റ് വെച്ച് സാധാ റൗണ്ടിൻ്റെ ബിറ്റ് വെച്ചിട്ടാണ് തുളയ്ക്കുക. അത് നമ്മൾ വെച്ചതിന് ശേഷം അത് ഗ്രൗട്ട് കലക്കി അതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് നമ്മൾ സെറ്റാക്കും. പിന്നെ അത് എങ്ങോട്ടും ആട്ട അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ഇതേപോലെ തന്നെ നമ്മൾ ആ സ്റ്റീലിൻ്റെ ബേസിൽ ഇടുന്നുണ്ട്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോൾ തുളച്ചത് കാണാണ്ടിരിക്കുന്നതിനൊക്കെ ആയിട്ടാണ് ഈ ബേസ് ചെയ്യുന്നത്. പിന്നെ അത് പെയിൻ്റ് അടിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു വൃത്തിയുള്ളൊരു വർക്കാണ്, ഭംഗിയുണ്ടാവും ചെയ്യും കാണാൻ. പിന്നെ സാധാരണ ഇപ്പോൾ എല്ലാവരും GP ട്യൂബിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റെയർ കേസൊക്കെ GP ട്യൂബിലേക്ക് മാറി തുടങ്ങി. പിന്നെ ഈ വർക്ക് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ടൈലിൽ പരമാവധി നമ്മൾ ടൈലിൻ്റെ ചട്ടയോ ന്യൂസ് പേപ്പറുകളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നനച്ചിടണം. അല്ലെങ്കിൽ നമുക്ക് ടൈൽസ് ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണത്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ പിസറുകൾ വീഴാൻ 100% സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ചട്ട ഇടുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പരമാവധി നല്ല പ്രൈമർ മേടിച്ചടിക്കുക. എന്തായാലും നമ്മൾ ഇടയ്ക്ക് തുടയ്ക്കുമ്പോൾ ഒക്കെ നല്ല ഈർപ്പം വരുന്നതാണ്. പിന്നെ നല്ല പ്രൈമർ അടിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ ഏത് പെയിൻ്റ് അടിക്കുമ്പോഴും പൊളിഞ്ഞു പോരും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് അപ്പോക്സിയ അങ്ങനെ വല്ല പ്രൈമർ നല്ല നോക്കിയിട്ട് അടിക്കുക. അപ്പോൾ നമുക്കങ്ങനെ പൊളിഞ്ഞു പോരുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കുറേ കഴിഞ്ഞ കുട്ടികളൊക്കെ കുത്തി വരയ്ക്കുമ്പോഴൊക്കെ ഇത് പൊളിഞ്ഞു പോരാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇല്ലാണ്ടിരിക്കാനാണ് നല്ല പ്രൈമർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ പരമാവധി പെയിൻ്റ് അടിക്കുക. പിന്നെ അതേപോലെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി കമൻറ്റൊക്കെ ഇടുക. നിങ്ങൾക്ക് വല്ല കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് കമൻറ്റൊക്കെ ഇടുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീഡിയോസൊക്കെ എന്താണ്